ടു അനദർ വീഡിയോ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? എന്തിനാണ് നിൽക്കുന്നത്? നമുക്കൊരു പുതിയ ഡാൻസ് പ്രോഗ്രാം വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു മേക്കപ്പ് ലുക്കും പുതിയൊരു ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വരികയാണ്. അല്ല, ഇവിടെ എന്താ നടക്കുന്നത്? വ്ളോഗിംഗ് ആണ് നടക്കുന്നത്. ആരെ ചാനല? അപ്പൊ ഞാൻ വേണ്ടേ? വേണോ? ഇനി പറഞ്ഞു. അന്ന് ഞാനൊരു 7 സുന്ദരികൾ ഒരുക്കിയിരുന്നല്ലോ, അതിൽ 2 പേരാണ്. ബാക്കി അവർ അവിടെ ഇവിടെ കറങ്ങി. ചേച്ചിയെങ്കിലും സുന്ദരിയാണ് സമ്മതിച്ചില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇനി അടുത്ത പരിപാടി? മേക്കപ്പ് പുട്ടിയടിക്കണം. പുട്ടിയൊന്നും നല്ല മേക്കപ്പ്. അതാന്ന് പറഞ്ഞ. അപ്പോൾ അവരിൽ 2 പേരാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറെ സ്കൂളുകളിൽ ഇങ്ങനെ ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കമ്പനിയായി കോണ്ടാക്ട് ഒക്കെ അതുപോലെ കീപ്പ് ചെയ്യുന്ന. ശരി ശരി. അപ്പൊ ഞങ്ങൾ ഇനി നേരെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഈവനിങ് 6 മണിക്ക് ആകുമ്പോഴത്തേക്കായിരിക്കും ഇവരുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ വെറുതെ ഇപ്പോഴൊക്കെ ചെയ്തിരുന്ന മൊത്തത്തിൽ കുളമാവും. ഓക്കെ, അപ്പൊ നമുക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് പോവാം. ഇത് കോട്ടയത്ത് കലോത്സവം നടക്കുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. എനിക്ക് 2 ദിവസത്തെ വർക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് ഇവരെയും കൂടെ കണ്ടപ്പോൾ മൊത്തത്തിൽ ഞാനും വന്ന് ആക്റ്റീവായിട്ട് ഇവരുടെ കയ്യിൽ മൊബൈലും മൈക്കും കൊടുത്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു. അവർ വാങ്ങിച്ചിട്ടെടുത്ത വീഡിയോസാണ് ബാക്കി ഇതെല്ലാം കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഡാൻസ് മാത്രമല്ല പാട്ടും വശമുണ്ട്. നമ്മുടെ ആസ്ഥാന സിംഗേഴ്സിൻ്റെ കുറച്ച് പാട്ടുകളും കൂടെ ഇതിനിടെ കൂടെ കേൾക്കാം. देखो ना खुद को जरा, देखो ना जुल्फों से, ऐसे जुल्फों से तेरी छुपती प्यारी प्यारी सी मुस्कानी है, और नजर झुकी और नजर उठती. क्या अब दहलीज पे मेरे दिल की जो रखे तूने कदम, तेरे नाम पे मेरी जिंदगी लिख दी मेरे हमदम. हंसी का मैंने जीना जीना कैसे जीना, हंसी का मैंने जीना मेरे हमदम, न सीखा कभी जीना जीना कैसे जीना, न सीखा जीना. बस ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയുണ്ട് കേസ് ഒരുപാട് പേര്. അതെ, ഞങ്ങളുടെ ലുക്ക് നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ പോയി ഒരുങ്ങി സെറ്റാണ്. നമ്മൾ കഴിഞ്ഞ തവണ ട്രൈ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ലുക്കും, മൊത്തത്തിൽ വ്യത്യസ്തമായ ലുക്കും, കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ കനക നിൽക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഐശ്വര്യ ചേച്ചി ഇവിടെ ഇതാ ഭദ്രയ്ക്ക് മുടി കെട്ടി കൊടുക്കുകയാണ്. വളരെ സീരിയസ് ലുക്കിലാണ് ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ വർക്കിൻ്റെ കാര്യത്തിൽ ചേച്ചി ഭയങ്കര സീരിയസ് ആണ്. ഞങ്ങളിവിടെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത് പോലും ചേച്ചി അറിയില്ല. ചേച്ചി അത്രയ്ക്കും സീരിയസ് ആണ്. നമസ്കാരം. സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒരു ഇന്നത്തെ ലുക്കിനെ പറ്റി മിസ്സിന് എന്താ അഭിപ്രായം? ഇതാണ് നമ്മുടെ ഗീത മിസ്. എന്നും കൂടെ ഉള്ളത് നമ്മുടെ ഗീത മിസ്. മേക്കപ്പിൽ എല്ലാം സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഗീത മിസ്. മിസ്സിന് എന്താണ് ഇന്നത്തെ ലുക്കിനെ പറ്റി പറയാനുള്ളത്? നമ്മുടെ ഇന്നത്തെ ലുക്കിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മേക്കപ്പിനെ പറ്റി പറയാനുള്ളത് മിസ്സിനല്ലോ പറയാം. മാറ്റി പറ, അടുത്തത് മാറ്റി പറ. ജയശ്രീ മാറ്റി പറ. ലുക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാന്ന് പറയുന്നത് സൂപ്പറാന്ന് പറഞ്ഞു. വേറെ എന്തേലും പറ. ഹിന്ദി പോലും. തമിഴ് പറ. തമിഴ് ரொம்ப அழகா இருக்கு.
ആ മിസ്സേ തമിഴ് പറ. ആ മിസ്സിന് അടുത്ത ലാംഗ്വേജ് ആ മലയാളത്തിൽ പച്ചമൽ. ആ അതാണ്. ഒരു ഓർമ്മയുണ്ടോ, വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരുമായിരുന്നു. കണ്ടത് ഞങ്ങളാന്ന് പറയേയില്ല. അപ്പോൾ ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് അത്യാവശ്യമായത് കാരണം ഞാൻ അധിക നേരം വെയിറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ പ്രോഗ്രാം ഇന്ന് ഞാൻ കാണാനില്ല, പക്ഷെ ഞങ്ങൾ 19-ാം തീയതി വീണ്ടും കാണും. 19-ാം തീയതി നിങ്ങൾ തന്നെയല്ലേ ഉള്ളത്? ഞങ്ങളായിരിക്കുമെന്ന് നിഗമിക്കുന്നു. ശരി ശരി, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും അവരോടൊപ്പം ടാറ്റ പറഞ്ഞൊക്കെ ഇറങ്ങിയെങ്കിലും ഞാൻ പക്ഷെ അപ്പോൾ ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ട്രെയിൻ കുറച്ചുകൂടെയൊക്കെ ലേറ്റായിട്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു, കുറച്ച് പെർഫോമൻസൊക്കെ കണ്ടു കേട്ടോ. കുറേ സംഘനൃത്തങ്ങളൊക്കെ കണ്ട് എന്ത് രസമായിരുന്നു. പണ്ട് പഠിച്ച കാലത്തോട്ട് പോയതുപോലെ ഇതൊരു ഭംഗിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഡാൻസ് എവിടെ കണ്ടാലും നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ലേ. പ്രത്യേകിച്ച് ഞാൻ, എനിക്ക് നമ്മുടെ രക്തത്തിൽ അതുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് കൂടെ എണീറ്റ് വരാൻ പറ്റത്തില്ല കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് സംഘനൃത്തമൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോന്ന് കാണുമ്പോഴും ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചം, കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് കാണുമ്പോൾ എത്ര രസമാണ് കാണാൻ. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസും കൂടെ ഒക്കെ ഞാൻ കണ്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഇവിടുത്തെ ഞാൻ പരിചയപ്പെട്ട വളരെ കുറച്ച് പേരുടെ കാര്യം പറയാം കേട്ടോ. കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും. ടീച്ചേഴ്സിൽ എനിക്ക് ഗീത ടീച്ചറിൻ്റെ പേര് മാത്രമാണ് ഓർമ്മയുള്ളത്. ടീച്ചർ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പുള്ളിക്കാരിയൊക്കെ ഭയങ്കര കൂട്ടുകാരോടത്തൊക്കെ സംസാരിക്കുന്നതാണ്, കുട്ടികളോടത്തൊക്കെ സംസാരിക്കുന്ന കാണുന്നത് കേട്ടോ. പിള്ളേരും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര നല്ല കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ടെൻഷൻ അടിച്ചോ അങ്ങനെയൊന്നും ഞാൻ അവിടെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇടമൊക്കെ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.